ഒരു വിചിത്രമായ ക്ഷേത്രം എന്ന് തന്നെ പറയേണ്ടി വരും ഈ ക്ഷേത്രത്തെ. കാര്യം ഈ ക്ഷേത്ര ഭരണസമിതി പോലും പറയുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ വരുന്നുവെങ്കിൽ അത് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയല്ല വരേണ്ടത്, നിങ്ങളുടെ കാര്യസിദ്ധിക്ക് വേണ്ടി വരണം എന്ന ക്ഷേത്രമെന്ന്. അമ്മേനെ എടുക്കണം. 2 പൂജ കഴിഞ്ഞാൽ അവരെ മോക്ക് വസ്തു വാങ്ങിച്ചാണ്ട് വരാം. ആവശ്യമായിട്ടാണ് വരുന്നത്. അവര് മകൾക്ക് വസ്തു വാങ്ങിക്കണമെന്ന് പറഞ്ഞാണ് വന്നത്. കിട്ടുന്നില്ല, വസ്തു കിട്ടുന്നില്ല, വാങ്ങിക്കാൻ നിവൃത്തിയില്ലെന്ന് പറഞ്ഞു. ഇപ്പം 2 പൂജ കഴിഞ്ഞപ്പോൾ അവർക്ക് വസ്തു. അത്ഭുതമാണ്. അത്ഭുതം തന്നെ. അവര് നാൾ കൊണ്ട് വസ്തു ഇല്ലായിരുന്നു. ഇപ്പോഴും വന്ന് 2 ആഴ്ചയേ ഉള്ളൂ അവർ വന്നിട്ട് എന്നോട് പറഞ്ഞു. ഇന്നലെ വന്ന് പറഞ്ഞിരിക്കുന്ന മാഡത്തിന്റെ ചോദിച്ചാൽ മതി. നമസ്കാരം. താങ്കൾ എങ്ങനെയാണ് ഈ ക്ഷേത്രത്തെ കുറിച്ച് അറിയുന്നത്? നമ്മള് ഒരു 2-3 ആഴ്ച മുന്നേ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ അമ്പലത്തിനെ പറ്റിയിട്ട്. അപ്പൊ വരണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇതെന്റെ ഒപ്പം വർക്ക് ചെയ്ത കുട്ടിയാ. റിട്ടയർഡ് RDO ആണ് ഞാൻ. കളക്ടറേറ്റിൽ ഡെപ്യൂട്ടി കളക്ടറേറ്റ് റിട്ടയർ ചെയ്തു. അപ്പൊ അത് കണ്ടപ്പോ ഈ കുട്ടിയെ വിളിച്ചു. ബ്യൂട്ടി ഹസ്ബൻഡും കൂടെ ഞങ്ങൾ 10-ാം തീയതി വന്നു. എന്നിട്ട് അന്ന് തിരിച്ചുപോയി. പിന്നെ കഴിഞ്ഞ 17-ഉം 18-ഉം വന്നു. ഇന്നലെ ഇന്നും. അപ്പം പറഞ്ഞ ഭഗവാനെ കണ്ട് തൊഴുത് ജയദേവൻ ചേട്ടനോട് കൂടി നോക്കിയപ്പോൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടക്കുന്നു പറഞ്ഞു. അപ്പൊ 7 ആഴ്ച വരണം, നമ്മൾ ദൂരത്തുനിന്ന് വരണ്ടേ. അപ്പൊ 3 ആഴ്ച വന്ന് നോക്കാൻ പറഞ്ഞു. അപ്പൊ വന്നപ്പോ തന്നെ കഴിഞ്ഞ ഇങ്ങോട്ട് വരുന്നതിന്റെ തലേ ദിവസം ഞാൻ പ്രാർത്ഥിച്ചതിൽ ഒരു കാര്യം ഏകദേശം ശരിയായി. ഉറപ്പാണ്. താങ്കൾ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം എന്നോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ച വഴിപാടുകള്, എനിക്ക് 2 മക്കളാണ്. അപ്പൊ പ്രാർത്ഥിച്ച വഴിപാടുകളാകുമ്പോ അത് മുമ്പേ ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അമ്മ പ്രാർത്ഥിക്കാമോ പറഞ്ഞു. പ്രാർത്ഥിച്ചപ്പോ ഏകദേശം. സർക്കാർ സർവീസിലായിരുന്നു? ഞാൻ ഡെപ്യൂട്ടി കളക്ടറായിട്ട് റിട്ടയർ ചെയ്തതാ. 18-ൽ റിട്ടയർ ചെയ്തു. എവിടെയായിരുന്നു? പാലക്കാട് കളക്ടറേറ്റിൽ നിന്ന്. ശരി. അപ്പൊ താങ്കൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം, അറിവുകളൊക്കെ ഉള്ള മനുഷ്യനാണ്. റിട്ടയർ ചെയ്തപ്പോ തലയിലൊന്നുമില്ല, ഭഗവാനെ ശരണം പറഞ്ഞിരിക്കും. അല്ല, ഞാൻ ചോദിച്ചത് നമ്മുടെ പ്രേക്ഷകർ പലപ്പോഴും കാണുമ്പോൾ ഈ ഇത്തരം ചില സാധാരണക്കാരുണ്ടല്ലോ, അവർ മാത്രം ഒരു അന്ധവിശ്വാസം കൊണ്ടുവരുന്നതല്ല. അങ്ങനെയല്ല. ഭഗവാൻ നമ്മളങ്ങനെ സാത്വികമായിട്ടുള്ള ഭഗവാനല്ലേ നിൽക്കുന്നു. അല്ലാണ്ട് വേറെ ദുരുദ്ദേശത്തിലൊന്നും ചെയ്യണോ വഴിപാടുകളൊന്നും നടത്തണമൊന്നുമില്ലല്ലോ. താങ്കൾ വിശ്വസിക്കുന്നു? തീർച്ചയായിട്ടും ഭഗവാനെ. ഉറപ്പാണ്. പിന്നെ എനിക്കിപ്പോ 3-ാമത്തെ പ്രാവശ്യം. അപ്പൊ മിനിഞ്ഞാന്ന് വരുന്നതിന് മുന്നാണ് എനിക്കൊരു പോസിറ്റീവായിട്ട് റിപ്ലൈ കിട്ടിയത്. അപ്പൊ പിന്നെ എന്റെ നളിനി. ശരി. പാലക്കാടായിരുന്നു? പാലക്കാട് അറിയാൻ കഴിയും. അറിയുമായിരിക്കും എന്റെ വിശ്വാസം. ശരി. ആരാണ് കൂടെ വന്നത്? കുട്ടി റിട്ടയർഡ് RDO ആണ്. എവിടെയായിരുന്നു? പാലക്കാട് റിട്ടയർഡ് ചെയ്തത്. ശരി. എത്ര വർഷം ഉണ്ടായിരുന്നു സർവീസിൽ? ഞാൻ സർവീസിൽ 38 കൊല്ലം. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് 2 ഈ പറയുന്ന ഒരു പ്രേക്ഷകരെ അങ്ങനെ തന്നെ പറയല്ലേ, ഞങ്ങളുടെ വാർത്ത കണ്ടിട്ടാണല്ലോ നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ അല്ലേ? നമുക്ക് അഭിമാനമാണ്. അപ്പോൾ എന്താണ് ഈ ക്ഷേത്രത്തെ കുറിച്ച് പറയാനുള്ളത്? ക്ഷേത്രം നമ്മളതിൽ കണ്ടപ്പോഴാണല്ലോ അറിയുന്നത്. അപ്പൊ വന്നു. നമ്മൾക്കിപ്പോ കാര്യങ്ങൾ എനിക്ക് 3 മക്കളാ. 2 മോളും 1 മോനും. ഹസ്ബൻഡും വിദേശത്താണ്. പെൺമക്കളുടെ കല്യാണം കഴിഞ്ഞത്. മോന് ജോലി ആയിട്ടുണ്ടായിരുന്നില്ല. അവൻ ഇപ്പൊ നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട് മറ്റേ ഇൻഫോ പാർക്കില്. അത് പക്ഷെ വരുന്നതിന് മുന്നേ ശരിയായിരുന്നു. പക്ഷെ ഇത് കണ്ടപ്പോ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ ഇവിടെ വന്നു. ഇങ്ങനെ 3 ആഴ്ച ആയി, 3 പ്രാവശ്യമായി. ഇപ്പൊ ഈ ക്ഷേത്ര ഭരണസമിതി പോലും പറയുന്നത് ഇവിടെ വരുന്നവർ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയല്ല, നിങ്ങളുടെ കാര്യം സാധിക്കാൻ വേണ്ടി വരണം, കാര്യസിദ്ധിക്ക് വേണ്ടി വരണമെന്നാണ്. അങ്ങനെ ഒരു ക്ഷേത്രം ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. താങ്കൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേട്ടില്ല. നമ്മള് എപ്പോഴും അമ്പലത്തിൽ പോകും, പ്രാർത്ഥിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ പറയുന്ന പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല വരേണ്ടത്, കാര്യസിദ്ധിക്ക് വേണ്ടി, നിങ്ങളുടെ കാര്യം സാധിക്കാൻ വേണ്ടി അല്ലേ? അതൊരു വിചിത്രമാണെന്ന് പറയാൻ പറ്റില്ല. ഉണ്ടാവുമായിരിക്കാം. നമ്മളിപ്പോ ആദ്യമായിട്ട് കേട്ടതാണ്. ശരി. എന്തായാലും നിങ്ങൾക്ക് വിശ്വാസമാണ്? ഈശ്വരനിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണ്. ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി വവ്വാക്കുന്ന് ലക്ഷ്മിനാരായണ ക്ഷേത്രം. ഒരു വിചിത്രമായ ക്ഷേത്രം എന്ന് തന്നെ പറയേണ്ടി വരും ഈ ക്ഷേത്രത്തെ. കാര്യം ഈ ക്ഷേത്ര ഭരണസമിതി പോലും പറയുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ വരുന്നുവെങ്കിൽ അത് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയല്ല വരേണ്ടത്, നിങ്ങളുടെ കാര്യസിദ്ധിക്ക് വേണ്ടി വരണം എന്ന. അങ്ങനെ നമ്മൾ പലപ്പോഴും ഈ ക്ഷേത്രത്തിന്റെ വാർത്തകളും വിശേഷങ്ങളും പിന്നെ ചരിത്രങ്ങളും, പിന്നീട് പറയാനുള്ളത് അത്ഭുതങ്ങൾ. അതുതന്നെയാണ്. അത്ഭുതങ്ങളുമൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ പലപ്പോഴും ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്. കാരണം എന്തെന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് ന്യൂസ് സ്റ്റോറി എന്ന മാധ്യമത്തെ ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചത് നമ്മുടെ പ്രേക്ഷകരാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു സഹായമാകും എങ്കിൽ, അങ്ങനെയുള്ള അനേകം പ്രേക്ഷകരുണ്ട് നമുക്ക്. കടബാധ്യതകൾ കൊണ്ട്, അസുഖങ്ങൾ കൊണ്ട്, പിന്നെ
ആഗ്രഹങ്ങൾ നടക്കാതെ നരകിച്ച് ജീവിക്കുന്ന അനേകം പ്രേക്ഷകർ, അവർക്ക് ഈ ഒരു വാർത്ത ജീവിതത്തിലേക്ക് പിടിച്ചുയരുവാൻ ഒരു കച്ചിത്തുരുമ്പാകും എങ്കിൽ അതിനുവേണ്ടിയാണ് ഞങ്ങൾ പലപ്പോഴും ഇത്തരം വാർത്തകൾ സമർപ്പിക്കുന്നത് പ്രേക്ഷകർക്ക് വേണ്ടി. ഇത് കൊല്ലം ജില്ലയിലെ വവ്വാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രം. ഇത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തെ ഇവിടെ വരുന്ന വിശ്വാസികൾ അവരുടെ അനുഭവങ്ങൾ അത്ഭുതം പോലെ നടക്കുമ്പോൾ ഈ ക്ഷേത്രത്തെ ഈ പേര് മാറ്റി വിളിക്കുന്നു. അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്ന ക്ഷേത്രമെന്നും അത്ഭുത ക്ഷേത്രമെന്നും ഒക്കെയാണ് ഈ ക്ഷേത്രത്തെ ഇപ്പോൾ അറിയപ്പെടുന്നത്. ഞങ്ങൾ പലപ്പോഴും ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും ചരിത്രങ്ങളും പിന്നെ അത്ഭുതങ്ങളും ഒക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിന് വളരെ പഴക്കമുള്ള ഒരു ചരിത്രം കൂടിയുണ്ട്. 10-40 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയൊരു കുന്നിൻ പ്രദേശമായിരുന്നു ഈ സ്ഥലം. അങ്ങനെ ഈ സ്ഥലത്ത് നിന്നും ചില പ്രത്യേക ദിവസങ്ങളിൽ ഒരു ദീപം ഉയർന്നു പൊങ്ങി ആകാശത്തിലൂടെ സഞ്ചരിച്ച് അടുത്തുള്ള മുണ്ടയ്ക്കൽ കാവ് എന്ന ഒരു കാവിലേക്ക് എത്തുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. അങ്ങനെ പ്രദേശത്തുള്ളവർ ഈ ഒരു വിവരം ചർച്ചയാക്കുകയും തുടർന്ന് നാട്ടിലുള്ള ചില ക്ഷേത്രങ്ങളിൽ ഇത് ദൈവപ്രശ്നം വെച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ഭൂമിയിൽ ലക്ഷ്മി നാരായണ ചൈതന്യം കുടിയിരിക്കുന്നു. അവർക്ക് ആഹാരത്തിന് വേണ്ടിയാണ്, അവർ ആഹാരം കഴിക്കുന്നതിന് വേണ്ടിയാണ് അടുത്തുള്ള മുണ്ടയ്ക്കാവ് എന്ന ക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ ആ കാവിലേക്ക് പലപ്പോഴും പോകാറുള്ളത് എന്ന്. അങ്ങനെ ഈ ക്ഷേത്രത്തിന് മുന്നിൽ വന്ന ഇവിടെയുള്ള ഈ ചൈതന്യത്തിന് ആഹാരം നൽകുന്നതിന് വേണ്ടി പൊങ്കാല സമർപ്പിക്കുമായിരുന്നു പല വിശ്വാസികളും. അതിന് കൃത്യമായ സമയങ്ങളൊന്നുമില്ല. ഏത് സമയത്തും ഇവിടെ വന്ന് പൊങ്കാല സമർപ്പിക്കുന്ന ഒരു ഇതുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയാണ് അറിയപ്പെടുന്നത്. പിന്നീട് അറിയാൻ കഴിഞ്ഞത് ഈ ലക്ഷ്മി നാരായണ ചൈതന്യം എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് അവിടെ സമ്പത്തും ഐശ്വര്യവും ഒക്കെ നാൾ വർദ്ധിക്കുമെന്ന്. അങ്ങനെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഭരണസമിതി ഇവിടെ ക്ഷേത്രം പണിയെടുപ്പിക്കുകയാണ് ഉണ്ടായത് അല്ലേ? അതെ അതെ. ഇവിടെ വരുന്നവർക്കുമൊക്കെ ഐശ്വര്യം ഉണ്ടാകുന്നു, ഒരുപാട് ഐശ്വര്യം ഉണ്ടാകുന്നു. അതിന്റെ ഭാഗമായിട്ടല്ലേ ഇവിടെ എല്ലാവരും ഞാൻ വരുന്ന ദിവസങ്ങളിലെല്ലാം 3-4 പേരും പൊങ്കാല അർപ്പിക്കുന്നുണ്ട്. അവരെല്ലാം പറയുന്ന അവരുടെയൊക്കെ കാര്യങ്ങൾക്ക് ഒരു തടസ്സമില്ലാതെ ഓരോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഭഗവാന്റെ മുമ്പിൽ ഇനിയും വന്ന് എന്ത് ചെയ്യാനും ഭഗവാൻ ആഗ്രഹമാണ്. ഇത്തിരി നേരത്തെ സ്വാമിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു അമേരിക്കയിൽ നിന്ന്. അപ്പം അമേരിക്കയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞത് അവരുടെ വർഷങ്ങൾക്ക് 2 വർഷത്തിന് മുമ്പ് അവിടുത്തെ കാര്യങ്ങൾ നടന്നപ്പോൾ അന്നദാനത്തിന് വേണ്ടി 1 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അടുത്ത ആഴ്ച വരുന്നുണ്ട് അന്നദാനം നടത്താൻ വേണ്ടി 1 ലക്ഷം രൂപ. അപ്പൊ അവർക്കൊക്കെ നല്ല രീതിയിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിട്ടും അവരുടെ കാര്യങ്ങളൊക്കെ സാധിച്ചിട്ടും വലിയ കൊടുക്കുന്നത്. അങ്ങനെ വരുന്നുണ്ട്. അതിന് ഇരട്ടി ആഴ്ച തോറും ആൾക്കാർ കൂടിയാ വരുക, കുറയുന്നില്ല. ഞാൻ പലപ്പോഴും കാര്യം നിരവധി ക്ഷേത്രങ്ങളുടെയും പിന്നെ ഇത്തരം വിശ്വാസങ്ങളുടെയും ഒക്കെ വാർത്തകൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, ദിനവും ചെയ്യുന്നതാണ്. പക്ഷേ അങ്ങനെ ക്ഷേത്രങ്ങളുടെ വാർത്തകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് വന്ന് പ്രാർത്ഥിക്കണമെന്നാണ്. പക്ഷേ ഇവിടെ പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയല്ല വരേണ്ടത്, നിങ്ങളുടെ കാര്യം സാധിക്കാൻ. അങ്ങനെ പറയുന്ന ക്ഷേത്രം വിചിത്രമാണ്. ഒരിക്കലും ഇല്ല. തന്നല്ല കേരളത്തിന്റെ ഇങ്ങനൊരു ക്ഷേത്രം ഒരെണ്ണല്ലേ ഉള്ളൂ. എങ്ങനെയാണ് ഈ ലക്ഷ്മി നാരായണ ക്ഷേത്രം എന്ന് പറയുന്നത് വേറെ എങ്ങുമില്ല. അത് ഇവിടെ മാത്രമേ സ്ഥിതി ചെയ്യുന്നുള്ളൂ. പല ക്ഷേത്രങ്ങളിലും പോയിട്ടുണ്ട്, പലയിടത്തും ഉണ്ട്. ഇദ്ദേഹം ലക്ഷ്മി നാരായണനായിട്ടുള്ള ഒരു രൂപം ഇവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ ശിവനും പാർവതിയാണല്ലോ. ശരി, എന്തായാലും ശരി. നമുക്ക് പറയാനുള്ളത് ഈ ഒരു തിരക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് ഈ ക്ഷേത്ര ചൈതന്യത്തിലുള്ള വിശ്വാസം തന്നെയാണ്. ഓരോ മനുഷ്യനും ചിലർക്കൊക്കെ കാര്യം പലർക്കും ഇവിടെ വന്നിരിക്കുന്ന പലർക്കും നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന അവർക്ക് സങ്കടങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളൊന്നും പറയുവാൻ കഴിയുന്നില്ല. അതിന് പരിമിതികളുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അങ്ങ് ദൂരെ സ്ഥലത്ത് നിന്നും പോലും ഈ ക്ഷേത്രത്തിലേക്ക് വന്ന് ഇവിടേക്ക് വന്ന് ഇങ്ങനെ സങ്കടങ്ങൾ പറയണമെങ്കിൽ അല്ലെങ്കിൽ വരണമെങ്കിൽ അവർക്ക് മനസ്സിൽ അടങ്ങാത്ത ആഗ്രഹങ്ങളും പിന്നെ വിഷമങ്ങളും ഒക്കെ ഉണ്ട്. അതിന് പരിഹാരം തേടിയാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത് എന്നത് സത്യമാണ്. ഈ ക്ഷേത്രത്തിലേക്ക് ഓരോ മനുഷ്യരും വരുമ്പോൾ അവർക്ക് പറയാനുള്ളത് എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കും എന്ന് തന്നെയാണ്. എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് ദിനവും വിശ്വാസികൾ എത്തുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ പലരോടും ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇവിടെ വന്ന ഒരാൾ പറഞ്ഞു, എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കൾ പറഞ്ഞു, അങ്ങനെയൊക്കെയാണ് കാര്യം. അതിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അവരുടെ ആവശ്യങ്ങൾ നടക്കുമ്പോൾ അവർ പലരോടും പറയും. അങ്ങനെ അറിഞ്ഞും കേട്ടും പറഞ്ഞുമൊക്കെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് ദിനവും വിശ്വാസികൾ എത്തുന്നത് എന്ന് തന്നെയാണ്. ഇത് കൊല്ലം ജില്ലയിലെ വവ്വാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രം അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്ന ക്ഷേത്രമെന്ന് ആണ് പലരും ഈ ക്ഷേത്രത്തെ പറയുന്നത് അല്ലേ?
അതെ. നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് ഇവിടെ ഏതൊക്കെയാണ് പ്രതിഷ്ഠകൾ? ഇവിടെ പ്രധാനമായിട്ട് ലക്ഷ്മി നാരായണൻ, അത് കഴിഞ്ഞ പിന്നെ ഭദ്രകാളി കഴിഞ്ഞ് ദുർഗാദേവി കഴിഞ്ഞ് ഗണപതി ഭഗവാനുണ്ട്, അയ്യപ്പനുണ്ട്, ഹനുമാൻ സ്വാമിയുണ്ട്, സുബ്രഹ്മണ്യ സ്വാമിയുണ്ട്, പിന്നെ മഹാദേവനുണ്ട്. പിന്നെ ഉപദേവതകളായിട്ട് പുറത്ത് ബ്രഹ്മരക്ഷസ്, യോഗീശ്വരനുണ്ട്, പിന്നെ മന്ത്രമൂർത്തിയുണ്ട്, നാഗരാജാവുണ്ട്, നാഗത്ര തന്നെ ആഞ്ജനേയനുണ്ട്, ഹനുമാൻ സ്വാമി ഉണ്ടല്ലോ. നമ്മുടെ ആഞ്ജനേയ സ്വാമിക്ക് വേണ്ടിയിട്ട് പ്രത്യേക ക്ഷേത്രങ്ങൾ പോലും ഉണ്ട് അല്ലെ? പ്രത്യേക ക്ഷേത്രമുണ്ട്. അത്തരം പൂജകൾക്ക് ഇവിടെ വളരെ പ്രാധാന്യം. ഹനുമാൻ സ്വാമിക്ക് വേണ്ടി ആഞ്ജനേയ സ്വാമിക്ക് നല്ല രീതിയിലുള്ള പൂജയും കാര്യങ്ങളും അതിന്റെ പ്രാധാന്യം കൊടുക്കുന്ന വിഗ്രഹം തന്നെയാണ്. ഈ ഇവിടെ നമ്മുടെ ഇപ്പം ഈ ഇത് കളം കുരുതിക്ക് ഇല്ലേ, എന്താണ് അത്? ഇതിന് ഈ പിന്നെ കുരുതി പൂജ ഇത് ഏറ്റവും പ്രശസ്തമായ ഒരു പൂജ എന്ന് പറഞ്ഞാൽ കുരുതി പൂജ അങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെ ചെയ്യാറില്ല. അത് അവിടുത്തെ ഉത്സവ നാളിനനുസരിച്ച് വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഉത്സവ നാളിനനുസരിച്ച് കുരുതി പൂജ ചെയ്ത് ഒരു ദിവസം നടയടച്ചിട്ട് പിറ്റേന്ന് പിന്നെ ഉറപ്പുവാന്നുള്ളതാണ്. ഇതല്ല, എല്ലാ വെള്ളിയാഴ്ചയും ഭക്തജനങ്ങളുടെ ദോഷങ്ങൾ മാറിപ്പോകാനും അവരുടെ കാര്യങ്ങൾ സാധിക്കുവാൻ വേണ്ടി ഗുരുതി പൂജ നടക്കുന്ന ഒരു ക്ഷേത്രം ലക്ഷ്മി നാരായണ ക്ഷേത്രം. അത് ഈ പാരിപ്പള്ളി വവ്വാക്കുന്ന് ക്ഷേത്രത്തിൽ മാത്രമാണ്, അവിടെ മാത്രമേ നടക്കാറുള്ളൂ. ശരി, ഇനി നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മൾ പലപ്പോഴും ക്ഷേത്ര ഭരണസമിതിയോടും പിന്നെ ഇവിടുത്തെ പൂജാരിമാരോടും ഒക്കെ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നു അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ മാറുന്നു എന്ന് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ തുടർന്നു പോകുന്ന ഒരു രീതി തന്നെയാണ്. ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നവരുടെ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ട് ആദ്യം ചെയ്യുന്നത്, അവർക്ക് മേൽ എന്തെങ്കിലും ശുദ്രദോഷങ്ങളോ ശത്രുദോഷങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറുന്നതിന് വേണ്ടിയാണ് ആദ്യം പൂജകൾ ചെയ്യുന്നത്. ഈ അർദ്ധരാത്രിയിലും ഒരു വാർത്ത അത് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കണമെങ്കിൽ ആ വാർത്തയ്ക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട്. വവ്വാക്കുന്ന് ലക്ഷ്മിനാരായണ ക്ഷേത്രം മല്ലമാക്കിയിരിക്കുന്നു ഒരു ജീവനക്കാരി അല്ലേ? എങ്ങനെയായിരുന്നു ആ സാഹചര്യം? കാലത്തെ 7-6:30 മണിക്ക് അവൾ ചെരുപ്പ് വിട്ടുണ്ട് ഈ അമ്പലത്തിനകത്ത് കയറി ചവിട്ടി. അപ്പം ഞാൻ ഇവിടെ മണ്ഡപത്തിൻ്റെ ഇവിടെ നിൽക്കാം. അപ്പം ഞാൻ ഇത് കണ്ടു, നീ എന്ത് ഇട്ടേണ്ടി വന്നതെന്ന് ചോദിച്ചു. അത് ചെരുപ്പ് ഇറങ്ങ് വെളിയിലെന്ന് പറഞ്ഞു. വെളിയിറക്കി നിർത്തി. ഇതിനകത്ത് കയറിപ്പോരുന്നു. നീ ഈ അമ്പലത്തിൽ നിൽക്കാനും യോഗ്യതയില്ല, വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വിട്ടു. കലശപൂജ നാളെ രാവിലെ അത് ചെയ്യാണ്, അതിനായിട്ട് മാറ്റി. എന്താണ് ഈ ഒരു അസമയത്തും ഇങ്ങനെയൊരു വാർത്ത പുറത്തുവിടേണ്ട? നാളെ ഭക്തജനങ്ങൾ വരും, അപ്പോൾ അവർ വന്നാൽ പൂജ ചെയ്യണ്ടേ, അവർക്ക് പൂജ ചെയ്യാക്കൂല. അതുകൊണ്ട് അവരെ ഒരു അറിയിപ്പായിട്ടാണ്. നാളത്തെ ഒരു ദിവസത്തേക്ക് വിശ്വാസികൾ ഒരു ദിവസത്തേക്ക് വെളിയിൽ നിർത്തുക, നമ്മളെ പൂജ ചെയ്യും. മതിൽ വെളിയിൽ നിർത്തിക്കൊണ്ട് കലശപൂജ കഴിഞ്ഞ് പിന്നെ അവരൊക്കെ. ശരി, അത് തന്നെയാണ് വാർത്തയുടെ ഉദ്ദേശവും. കാര്യം, നമ്മുടെ സംസ്ഥാനത്തിനകത്തും പുറത്തു നിന്നുമുള്ള നിരവധി വിശ്വാസികൾ ഈ ക്ഷേത്രത്തെ വിശ്വസിച്ചുകൊണ്ട്, ഇവിടുത്തെ ചൈതന്യത്തെ വിശ്വസിച്ചുകൊണ്ട് ദിവസങ്ങൾ താണ്ടി പോലും ഈ ക്ഷേത്രത്തിലെത്തുന്നു. അവർക്ക് യഥാസമയം ഭഗവാനെ കാണുന്നതിന് വേണ്ടി ദിനവും നിരവധി സംവിധാനങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു അറിയിപ്പും. നാളെ എത്തുന്നവർക്ക് മതിൽക്കെട്ടിന് പുറത്തു നിന്ന് കുറച്ച് സമയമെങ്കിലും തൊഴുകേണ്ടി വരും. കാരണം ക്ഷേത്രത്തെ മലിനപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ പരിഹാര കർമ്മങ്ങളാണ് ക്ഷേത്രത്തിനുള്ളിൽ നടന്നു വരുന്നത്. ക്യാമറമാൻ ഗൗതം കൃഷ്ണയ്ക്കൊപ്പം രജിത് കാര്യത്തിൽ, ന്യൂസ് സ്റ്റോറി.